എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സിനിമ അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യത്തേത് നമ്മുടെ മമ്മൂക്കയുടെ ഒരു അപ്ഡേറ്റ് ആണ്. മമ്മൂക്ക ഒരു ഗംഭീര ഫോട്ടോയൊക്കെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു. അതിനെ കുറിച്ചല്ല, അതല്ല അപ്ഡേറ്റ് നമ്മുടെ ബസൂക്കയുടെ ടീസർ ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്നതാണ് ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഡിനോ ഡെന്നീസാണ് സിനിമയുടെ സംവിധായകൻ. ഗൗതം മേനോനാണ് സിനിമയിൽ മറ്റൊരു വലിയ താരമായിട്ട് വരുന്നത്. ഗർ എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നില്ലേ, കുഞ്ചാക്കോ ബോബൻ്റെയും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്ടിൻ്റെയും. ആ ഒരു സിനിമ ഓഗസ്റ്റ് 20 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് പടങ്ങൾ OTTയിൽ വരാനിരിക്കുന്നുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വരാത്ത സിനിമകളുണ്ട്, അതിലൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. കൊട്ടുകാളി എന്ന സിനിമയുടെ ടീസർ ഇറങ്ങി. സൂര്യയും അതുപോലെ തന്നെ നമ്മുടെ അന്നബനൊക്കെ ആയിട്ട്, അന്നബൻ ഗംഭീര ലുക്കൊക്കെ ആയിട്ടാണ് ആ പടത്തിൽ വന്നിട്ടുള്ളത്. ഒരു ഭയങ്കര ചേഞ്ച് ആയിട്ട്. ഇപ്പോൾ നമ്മുടെ കൽക്കി എന്ന സിനിമയിൽ അന്നബൻ്റെ വേഷം ഭയങ്കര കയ്യടി നേടിയൊരു വേഷമായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമായിട്ടാണ് അന്നബൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ദേവദൂതൻ എന്ന സിനിമ വലിയൊരു ഹിറ്റായി വീണ്ടും റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്തപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് അടുത്തതായിട്ട് മണിച്ചിത്രതാഴ് വന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് തേന്മാവിൻ കൊമ്പത്ത് കൂടി റിലീസ് ചെയ്യാൻ പോവാണ്. അതിനും വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നത് തന്നെയായിരിക്കും പ്രതീക്ഷ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള പടമാണ്, അത്രയും കോമഡികളുള്ള പടമാണ്. ഒരുപാട് പേര് ഇപ്പോൾ മരിച്ചുപോയ ഒരുപാട് ആളുകളുള്ള, അതായത് നമുക്ക് ഇനി അവരെ കാണാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ റിലീസ് എന്തായാലും ചർച്ച നടക്കുന്നുണ്ട്. റിലീസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കങ്കു എന്ന സിനിമ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഏകദേശം 350 കോടിയൊക്കെയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ആ ഒരു സിനിമ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. കങ്കു എന്ന വേർഡിൻ്റെ അർത്ഥം അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. തീ എന്നാണ് അതിനൊരു അർത്ഥം വരുന്നത്. അതുപോലെ നമ്മുടെ ആസിഫ് അലിയുടെയും ബിജു മേനോൻ്റെയും സിനിമയായിട്ടുള്ള തലവൻ തിയേറ്ററുകളിൽ നിന്ന് ഇപ്പോൾ OTTയിൽ എത്തുകയാണ്. അത് തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ഒരു സിനിമയാണ്. സോണി ലൈവിൽ സെപ്റ്റംബർ 12 സിനിമ എത്താൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടുള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.